ട്രാഡ് വൈഫ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യോ ഉണ്ട്. നമ്മുടെ ട്രഡീഷണൽ ഫെമിനിസത്തിനെതിരായിട്ട് വന്ന ട്രഡീഷണൽ വൈഫ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ട്രാഡ് വൈഫ്. സ്നേഹ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവര് ചോയ്സ് ഫെമിനിസം എന്നോ മറ്റോ ആണ് അവരതിനെ പറയുന്നത്. അതെ, അതായത് ഇത് സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മൾ സാധാരണ ഫെമിനിസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ പേട്രിയാർക്കിനെ കുറ്റപ്പെടുത്തുമല്ലോ. അപ്പോൾ പേട്രിയാർക്കി ചെയ്യുന്നത് എന്താണ്? ഒരു പുരുഷൻ കുടുംബത്തിന്റെ നാഥൻ എന്ന രീതിയിൽ ഇരിക്കുന്നു, സ്ത്രീ ആ കുടുംബത്തിലെ ഡൊമസ്റ്റിക്കേറ്റഡ് റോൾസ് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടിയാണല്ലോ. ട്രാഡ് വൈഫുകൾ പറയുന്നത് ഫെമിനിസം ശരിക്കും സ്ത്രീകൾക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല, സ്ത്രീകളെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് ശരിക്കും ചെയ്യേണ്ടത് തൻ്റെ വീട് നോക്കി നടത്തുന്ന അല്ലെങ്കിൽ വീട് നടക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പുരുഷന് സഹായിക്കാനായി സ്ത്രീക്ക് ചെയ്യാൻ ഏറ്റവും മിനിമം കാര്യം. സ്ത്രീയുടെ ജോലി എന്ന് പറയുന്നത് ഏതോ ഒരുത്തന്റെ വീട്ടിൽ പോയി താമസിച്ച് അവന്റെ വീട്ടുകാര്യങ്ങൾ നോക്കിയിരിക്കുന്ന നല്ലൊരു പറയുന്ന പുരുഷനല്ല, സ്ത്രീകൾ തന്നെയാണ് പറയുന്നത്. ഒരു അതെ, അങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾ അങ്ങനെ ഇരുന്നോട്ടെ, അതിനെതിരല്ല. പക്ഷെ അവര് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ട് വരും. അല്ല, ഇതില് ഇപ്പൊ പറഞ്ഞ ഈ ട്രാഡ് വൈഫ്സ് പറയുന്ന സംഭവം അത് അവരുടെ ചോയ്സ് ആണ് എന്നാണ്. അതെ, ഇപ്പൊ ഈ അവരുടെ ചോയ്സ് ആയിരിക്കുന്നിടത്തോളം കാലം, അതായത് എന്റെ ലൈഫിലുള്ള ഒരാളെടുത്ത് ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഞാൻ തീരുമാനിക്കുന്നത് വരെ എടുത്തോളം അത് ഓക്കെയാണ്. പക്ഷെ ഞാനാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഞാനത് മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് ആ ചോയ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചോയ്സ് നിങ്ങളുടെ ഏത് തെരഞ്ഞെടുപ്പും അങ്ങനെയുള്ളൂ. അതായത് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം എന്ന് എവിടെ പറഞ്ഞാലും അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഈ ട്രാഡ് വൈഫിന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ശരിക്കും അവർക്ക് അവർ ഒരാളെ കല്യാണം കഴിക്കുന്നു, അതോടുകൂടി അവർക്കൊരു ഡിഗ്നിറ്റി സമൂഹത്തിൽ വരുന്നു. അപ്പോൾ ആ ഡിഗ്നിറ്റി കിട്ടുന്നത് ഈ പുരുഷനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവനെ പരമാവധി പ്ലീസ് ചെയ്യുന്ന രീതിയിൽ അവനെ സന്തോഷിപ്പിച്ച് അവന്റെ കാര്യങ്ങൾ കാഴ്ചപ്പാടിൽ അവർ പറയുന്നത് ശരിയാണ്, അതാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷെ ഈ ഡിഗ്നിറ്റി പോലും അത് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംഫർട്ട് സോൺ പുറത്തേക്ക് വരാൻ ആഗ്രഹമില്ലാത്ത സ്ത്രീകളുടെ ഒരു പണ്ട് എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കാതെ, ഇപ്പോഴല്ല കുറെ നാൾ മുന്നേ, കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീകളെ കുറിച്ചൊക്കെ എന്ത് വിചാരം. ഇപ്പോഴല്ല, എനിക്ക് 20 വയസ്സായ ടൈമിൽ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിച്ച അവളെ കുറിച്ച് സമൂഹം മോശം പറയും. പക്ഷെ ആണുങ്ങളാണെ അത് കുഴപ്പമില്ല മോളെ എന്നിങ്ങനെ പണ്ട് അമ്മ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു തന്നത് മോശമായിട്ടല്ല, അവരുടെ ആ കൺസേൺ, അയ്യോ എൻ്റെ മോളെ പറ്റി എന്ത്, ആ ചിന്ത കൊണ്ട് പറഞ്ഞത്, ആ സ്നേഹം കൊണ്ട് പറയുന്നത്. പക്ഷെ അന്നേരം ഞാൻ പിന്നെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ഭയങ്കര റിബല്യസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ചെറുപ്പം തൊട്ട്. അപ്പോൾ ചിന്തിച്ചു തുടങ്ങി കാര്യങ്ങൾ മനസ്സിലായി. ഓരോരുത്തരും ഇടുന്ന ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ, വസ്ത്രം, സംസാരം, ഇതെല്ലാം ഓരോരുത്തരുടെ താല്പര്യം, കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു. പക്ഷെ മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറിക്കണം, നീ അതേ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന അല്ല അടി കിട്ടാത്തതിൻ്റെ ഓർമ്മ. ഇതിപ്പം ഫെമിനിസത്തിന് എതിരായിട്ട് വന്ന മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് വന്നത്. പക്ഷെ ഫെമിനിസം തന്നെ ആൾക്കാർ ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുള്ളൊരു സംഭവം. ഫെമിനിസത്തിൽ പറയുന്നത് നിങ്ങളൊരു ജെൻഡറിന്റെ ബേസിൽ ഒരാളുടെയും ഓപ്പർച്യൂണിറ്റി കട്ട് ചെയ്യരുത് എന്നാണ്. അതാണ് ഫെമിനിസത്തിന്റെ ബേസ്. അല്ല, അതിന് പക്ഷെ പല എന്താ പറയാ രൂപഭേദങ്ങൾ അല്ലെങ്കിൽ വകഭേദങ്ങളും ഉണ്ട്. പക്ഷെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ പുരുഷനെ, ഒരു സ്ത്രീകൾ മുഴുവൻ പുരുഷന്മാരെ വെറുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകൾ മുഴുവൻ അടിമകളാണ് എന്നൊന്നും അല്ല. ഫെമിനിസം പറയുന്നത് നിങ്ങളൊരു ജെൻഡറിന്റെ ബേസിൽ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി കളയരുത്. നമ്മുടെ മതം, മൂല്യങ്ങൾ, സൊസൈറ്റി ട്രാൻസ് ആവുന്നത് സ്വഭാവ വൈകല്യം കൊണ്ടും എന്താ വളർത്തുദോഷം കൊണ്ടും ഉണ്ടാവുന്ന ഒരു സാധനം. ഒരു രീതിയിലും നമുക്കൊരു ആരോഗ്യകരമായ സമൂഹത്തിൽ അംഗീകരിക്കാനും പറ്റില്ല. അവരുടെ ഈ ചിന്താഗതി തന്നെ ഒരു വൈകല്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എന്താ പ്രശ്നം എന്നറിയാം, അതാവുമ്പോൾ സുഖമല്ലേ, ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം, ജോലിക്ക് പോകണ്ട, വല്ലപ്പോഴും ഇടയ്ക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്താൽ മതി. അല്ല, കാര്യമുണ്ട്, ജോലിക്ക് പോകണ്ട, അടിച്ചു പൊളിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ, അറിയണ്ട, കാശ് ചെലവാക്കലും മാത്രമാണ് വരുന്ന ഒരു സംഭവം. അവർക്ക് അധ്വാനിച്ച് കൊണ്ടുവരുന്നതിന്റെ ഒരു സ്ട്രെയിൻ, അതിന് പേട്രിയാർക്കിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടും കൂടിയാണ് അതിൽ ചില വക്താക്കൾ അവകാശപ്പെടുന്നത്. അതായത് പേട്രിയാർക്കിലെ കൗണ്ടർ ചെയ്യുന്നത് അവരതിനെ അങ്ങനെയാണ് പറയുന്നത്. അതായത് പേട്രിയാർക്കി ശരിക്കും നമ്മളെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ. പക്ഷെ നമ്മൾ പേട്രിയാർക്കിയുടെ കൂടെ നിന്നിട്ട് നമ്മൾ അവരെ എന്താ പറയാ ഈ സൊസൈറ്റിയെ ബോൾസ്റ്റർ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചോയ്സ് ആണല്ലോ. ഈ ചോയ്സ് എന്ന് പറയുന്ന സാധനത്തിലും ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം എനിക്ക് പറയാൻ പറ്റും, ഇപ്പം ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. എന്താ വെച്ചാൽ എനിക്ക് മറ്റുള്ളവർ സ്ലീവ്ലെസ് ഒന്നും കാണാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന അന്തരീക്ഷം, എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഗ്രോണപ്പ് ഏജിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതെന്നെ ഇപ്പോഴും ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി. പക്ഷെ ഞാനിപ്പോൾ ഒരു ബോംബെ പോലത്തെ ഒരു സിറ്റിയിലൊക്കെയാണ് ജനിച്ചു വളർന്നെങ്കിൽ എനിക്കതൊരു വലിയ പ്രശ്നമാവില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളത് അങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഉള്ളൊരു സ്ഥലത്തായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു.
ഇവിടെ എനിക്ക് ബോംബെയിൽ ജനിച്ചു വന്ന എൻ്റെ കസിൻ അത് ഇടുമ്പോൾ അത് ചോയ്സ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ സർക്കംസ്റ്റാൻസ്, നമ്മൾ വളർന്ന അന്തരീക്ഷം കൂടിയാണ് ഈ ചോയ്സ്. അപ്പം ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മളൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ദിസ് ഇസ് മൈ ചോയ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫ്രീ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ ബേസിൽ നമ്മൾ എടുക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഇതിന്റെ മുന്നിലെ ചർച്ചകളുടെ പലരും താഴെ പല കമന്റും കണ്ട് ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും നന്നായി ജീവിക്കണമെന്നും ഈ ബുദ്ധിമുട്ടുന്ന ആണുങ്ങൾക്ക് വേണ്ടി വരെ ഞാൻ സംസാരിക്കും. ഒരിക്കലും ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ നിയമം വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ വരെ വളരെ കുറവാണ്. അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും പറയുന്ന സ്ത്രീകളെ കുറ്റപ്പെടുത്താനാണ് ആളുകൾ ശ്രമിക്കുക. എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പം അതിൽ പറഞ്ഞാലും ഈ ട്രാഡ് വൈഫ്സും മറ്റേ ട്രോഫി എടുത്ത് വീട്ടിൽ പോയിട്ടിരുന്നാൽ മതി. അവർ മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറി ഇതാവണ്ട. ഒരിക്കൽ ഒരു ട്രാഡ് വൈഫ് പോലുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചത്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്ത്രീധനം കൊടുത്ത് കെട്ടുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, നമ്മൾ ഇന്നത്തെ സമൂഹം തന്നെ സ്ത്രീധനം, അയ്യോ സ്ത്രീധനമാണ് എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് സ്ത്രീധനം കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ സുഖവും സന്തോഷവും അവിടുത്തെ എല്ലാ വെൽത്തും സ്വത്തും ഞാൻ അനുഭവിക്കുന്നില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കൊണ്ട് കയറി ചെല്ലണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുന്നോ? നിങ്ങൾ ജോലിക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ടായി അയാളുടെ ബിസിനസ് വളർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് സ്വന്തമായി. അപ്പം ചോദിച്ചു, അതെൻ്റെ കുടുംബമല്ലേ? അപ്പം നല്ലതല്ലേ? കുടുംബമാണ്, പക്ഷെ ഭർത്താവ് നല്ല വ്യക്തി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഭർത്താവ് നല്ലവനാണ്, നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിലും അവരെന്തെങ്കിലും ഈ ലോകത്തിൽ ഉണ്ടാക്കുമായിരുന്നു. അവരുടെ സ്വന്തമായിട്ട് മുദ്ര പതിപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഈ ട്രാഡ് വൈഫിന്റെ ഏറ്റവും വലിയൊരു ട്രാജഡി, അവർ കൊടുക്കുന്ന മെസ്സേജിന്റെ ഒരു ട്രാജഡി ഇതാണ്. നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണ്. ഇപ്പൊ ഞാൻ എൻ്റെ സ്പൗസുമായിട്ട് സ്നേഹത്തിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ സ്നേഹം കൊണ്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദാറ്റ്സ് ഫൈൻ, ഓക്കെ. അത് രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ ഡീലിങ്സ് ആണ്. ഇതേ സാധനം ഒരു ടോക്സിക്കായ ഒരു മനോരോഗമുള്ള അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ വൈഫിൽ നിന്ന് അയാളും പ്രതീക്ഷിക്കുമ്പോൾ ആ പെണ്ണിന് സത്യം പറഞ്ഞാൽ അതൊരു ഭീകരാവസ്ഥയാണ്. ഈ ട്രാഡ് വൈഫ് എന്ന് പറയുന്ന ഈ സംഭവം നമ്മളിങ്ങനെ എക്സ്പോഷർ ഭയങ്കരമായിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്, ഇതിനകത്ത് പെടാൻ ആഗ്രഹമില്ലാത്തവർ പെട്ടു. അവർക്ക് ചോയ്സ് ഇല്ല. ഇവരിത് അവരുടെ ചോയ്സാന്ന് പറയുമ്പോൾ മറ്റാൾക്കാർക്ക് ചോയ്സ് ഇല്ലാണ്ടായി പോവാണ്. പിന്നെ ഇവരുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോയ്സാണ് ശരി എന്ന് പറഞ്ഞൊരു അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഈ ട്രാഡ് വൈഫിന് കൂടുതലാണ്. പക്ഷെ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടേതായ തെരഞ്ഞെടുപ്പുകൾക്കുള്ള അവകാശമുണ്ട്. പക്ഷെ മറ്റുള്ളവർ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ആവണം എന്ന് പറയുന്നത് എനിക്ക് പക്ഷേ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് ട്രാഡ് വൈഫ് എന്നൊരു മൂവ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് ട്രാഡ് ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ? തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്താ പറയുക, ഒരു ട്രഡീഷണൽ വൈഫ് ചെയ്യുന്ന റോളുകളിലേക്ക് ഫിറ്റിൻ ആവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആവുന്ന ഒരുപാട് ഹസ്ബൻഡുകളുണ്ട്. ഈ പറയുന്ന വീട് നോക്കുന്ന, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് ട്രഡീഷണൽ ഭർത്താവ് കുക്ക് ചെയ്യില്ല കേട്ടോ, അതറിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ കാലുമ കാലുകയറ്റി ചായ എന്ന് പറഞ്ഞ നല്ല. അപ്പൊ ട്രാഡ് ഹസ്ബൻഡ്സ് ഇല്ല, അപ്പൊ പിന്നെ ട്രാഡ് വൈഫിന് നമ്മൾ വലിയ എക്സ്പോഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ, ട്രാഡ് വൈഫ് അല്ല, ട്രോഫി വൈഫ് എന്ന് തന്നെ പറയാൻ ഞാൻ അങ്ങനെ തന്നെയാണ് വിമർശകർ അതിനെ വിളിക്കുന്നത്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ട്രോഫി ഹസ്ബൻഡുകൾ എന്തുകൊണ്ടില്ല? ശരിയാ. നമ്മൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ട്രഡീഷണൽ സംഭവങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കംഫർട്ട് സോണിൽ നിന്ന് ഒരു തരത്തിലും പുറത്തേക്ക് വരാൻ ആഗ്രഹമില്ലാത്ത സ്ത്രീകളാണ്. എല്ലാ സ്ത്രീകളും അച്ചീവ് ചെയ്യണമെന്നോ സ്വന്തം സിഗ്നേച്ചർ ഉണ്ടാക്കണമെന്നോ ലൈഫിൽ അവരുടേതായ ഒരു പേരുണ്ടാക്കണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല. അവർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് നേരിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. എന്താ ജോലിക്ക് പോകാത്ത, വിദ്യാഭ്യാസമുള്ളവരാണ്, എന്താ ജോലിക്ക് പോകാത്ത? ഇതാ സുഖം. ജോലിക്ക് ആകുമ്പോൾ രാവിലെ 9 മണിക്ക് എത്തണ്ടേ, അതിന് ഈ വീട്ടിലെ പണികളും ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് 9 മണിക്ക് പോയി പിന്നെ അവിടുത്തെ ജോലി എടുത്ത് വൈകുന്നേരം തിരിച്ചു വന്ന് അത്രയൊന്നും ക്ഷീണിക്കാൻ വയ്യ. ഇത് രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആണ്. പിന്നെ വീട്ടിലെ കാര്യങ്ങളെ അടിച്ചു തുടക്കൽ, അതൊക്കെ സമയമുണ്ടല്ലോ, വൈകുന്നേരം വരെ സമയമുണ്ട്, കുട്ടികൾ വരുന്നവരെ സമയമില്ല. പിന്നെ കിടന്നുറങ്ങാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഷോപ്പിങ്ങിന് പോവാം, നമുക്ക് ഇഷ്ടമുള്ളപ്പം നമ്മളൊക്കെ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ വീക്കെൻഡ്സ് ഒക്കെ നോക്കും, കാരണം നമുക്ക് അതിനുള്ള സമയം ആ സമയത്തേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് വീക്ക് ഡേയ്സിലും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ വീടിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ വാതിലും പൂട്ടി ഇറങ്ങി നമുക്ക് അവരെ പുറകെ കുറ്റം പറയാൻ പറ്റില്ല, കുറ്റം പറയല്ല. അപ്പൊ ആ കംഫർട്ട് ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ട്രഡീഷണൽ ആയിട്ട് ഇരിക്കുന്നതിന് ഭയങ്കര. കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ ഈ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരത്തില്ലേ? ചിലപ്പം ഹസ്ബൻഡ് നോക്കുന്നില്ല, ഹസ്ബൻഡിന്റെ ഫാമിലി നോക്കുന്നില്ല, അങ്ങനെയൊക്കെ വരും. ഞാൻ പറയട്ടെ, കുട്ടികൾ വീട്ടിലിരിക്കാൻ ഫോഴ്സ്ഡ് ആകുന്നു. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ തൊഴിലുറപ്പിനൊക്കെ വരുന്ന ചേച്ചിമാരൊക്കെ ഉള്ളേ,
1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട് വരുന്നവരുണ്ട്. ഗതികേട് കൊണ്ടാണ്. ഗതികേട് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ നോക്കാനും കുട്ടികളെ ഏൽപ്പിക്കാനും ഒക്കെ. ഇപ്പം അംഗൻവാടികളുണ്ട്. നമ്മൾ 3 വയസ്സുള്ള കുട്ടികളെ എന്ന് പറഞ്ഞാലും നമ്മൾ അതിന് തൊട്ട് മുമ്പ് ജോലിക്ക് പോകുന്നവരൊക്കെ, ഈ ഷോപ്പിലൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് നോക്കാറൊക്കെ. അവരുടെ ഗതികേടാണ്. ഇതിപ്പം വീട്ടിൽ നോക്കാനുണ്ട്. ഇപ്പം ഈ ഒരാൾ ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ടും ഇതൊരു സത്യം പറയാലോ, ട്രഡീഷണൽ വൈഫായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതിൽ കുറച്ച് പേരെങ്കിലും മടിയുടെ സൂക്കടുള്ളത് കൊണ്ട് മാത്രമാണ്.